പടം ഒരു രക്ഷയില്ല ബ്രോ, എല്ലാവരും പോയി കാണുക. നമ്മൾ ഒരുപാട് തരം ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ള മൂവി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ടോപ്പ് 1 ആണ്. ഇപ്പോൾ ഇന്ത്യൻ ഫിലിമിൻ്റെ ഹിസ്റ്ററി തന്നെ ഇത് ഇത്രയ്ക്ക് ഒരു വയലൻസ് മൂവി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടില്ല. ഞാൻ അത്യാവശ്യം നല്ലപോലെ മൂവീസ് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയ്ക്കും വയലൻസ് ഉള്ളൊരു ഫിലിം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല, അതായത് ഇന്ത്യൻ ഫിലിംസിൽ. അതായത് ഇപ്പോൾ ഉണ്ണിമുന്തൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പടത്തോടു കൂടി ഉണ്ണിമുന്തൻ്റെ റേഞ്ച് മാറും. സീരിയസ്ലി നമ്മൾ KGF കാണുന്നില്ലേ, ആ ഒരു വൈബാണ് പുള്ളിയെ കാണുമ്പോൾ. എന്ന് പറഞ്ഞാൽ പുള്ളി കൊണ്ടുപോയി പടം, ഒന്നും പറയില്ല. അതായത് പിന്നെ ഒരു കാര്യം, മനക്കട്ടിയുള്ളവർ മാത്രം കാണുക. ഒരുപാട് മറ്റേ വയലൻസ്, ചോരപ്പുഴ ഒരുപാടുണ്ട്, മറ്റേ ബ്ലഡ് റഷും കാര്യങ്ങളും ഒരുപാടുണ്ട്. പിന്നെ ഒരുപാട് വയലൻസ് ഉണ്ട്, ബ്രൂട്ടാലിറ്റി ഉണ്ട്. അപ്പോൾ മനക്കട്ടി ഉള്ളവർ കാണുക, അല്ലെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അമ്മാതിരി സീക്വൻസ് ആണ്. നമ്മൾ ഈ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഇത് ഇങ്ങനെ ഒരു പടം എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു രക്ഷയില്ല, ഒരുപാട് പേര് പറയുന്നത് കില്ലിനെയൊക്കെ കടത്തി വെട്ടി കില്ലൊക്കെ എന്തോന്ന് ബ്രോ, കില്ലൊന്നും ഒരു തേങ്ങയല്ല. ഇത് അതിന്റെ അപ്പുറമാണ്, കില്ലിന്റെ അപ്പനായിട്ട് വരും. ഇത് ഒരു രക്ഷയില്ല, കിട്ടില്ല പടം. മാക്സിമം നിങ്ങൾ എല്ലാവരും പോയി കാണുക, വിജയിപ്പിക്കുക. നമ്മളെ ഇപ്പം ഒരുപാട് പേര് പുഷ്പയൊക്കെ അടിച്ച് പൊക്കുന്നില്ലേ, പുഷ്പയൊന്നും ഒന്നുമില്ല. മാസ് പടം കാണണമെങ്കിൽ ഇത് പോയി കാണുക. നമ്മളെ മോളിവുഡിൽ ഒരു ബെഞ്ച് മാർക്കാണ് ഈ ഫിലിം. ഞാൻ പറഞ്ഞ കൂടിപ്പോവോ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ പറഞ്ഞ ചിലപ്പോൾ കൂടിപ്പോവും. പറഞ്ഞോ, കിളി പോയാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അറിയില്ല. അതായത് മാസം കാണിക്കാൻ വേണ്ടി മാസം കാണിച്ചുകൊണ്ട് ഓൾസോ വയലൻസ് മൂവിയൊക്കെ നല്ലതാ, പക്ഷെ ഒരു 80% വയലൻസ് കാണിച്ചിട്ട് എന്തൊരു കാര്യം. നമ്മൾ ഈ തമിഴിൽ പാസ്സെന്ന് പറയും, ഈ ഫാമിലിക്ക് വേണ്ടി മാത്രം കൊല്ല വിളിച്ച് ഒരു ഇല്ല, മോട്ടീവ് ഇല്ലാത്ത പോലെ എന്തിനും വേണ്ടേ ഒരു സാധനം. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇതില്ല, ഒരു എൻഗേജിങ് ഇല്ല. സെക്കൻഡ് ഹാഫ് കുറേ സാധനങ്ങൾ എടുത്തു വെച്ച് മേക്കിംഗ് എല്ലാം കൊള്ളാം. പക്ഷേ ആ ഒരു സാധനം ഞാൻ ഇതെല്ലാം കേട്ട ഇതാണ്. അത് ഞാൻ പിന്നെ എന്താ പറയുക, പേഴ്സണൽ ഒപ്പീനിയാണ് ഈ പറഞ്ഞത്. പക്ഷെ കുറേ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇല്ല ഒന്നും പറഞ്ഞില്ല. കുറേ രീതിയുണ്ട്. ഹനീഫ് അദീനെയാണെങ്കിലും ഉണ്ണിമുന്തനാണെങ്കിലും ലാസ്റ്റ് ഒരു ഷോട്ട് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട് ക്ലൈമാക്സിൽ. പക്ഷേ പേഴ്സണൽ കിളിയല്ല, എല്ലാം പോയി ഷോക്കിംഗ് ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, നമ്മൾ പലതരത്തിലുള്ള പടങ്ങൾ കണ്ടു, ജോൺ വിക്ക്, കില്ല്, അതേപോലെ പല നമ്മൾ ഒരു സിനിമകളും കണ്ടു. പക്ഷേ ഇതൊക്കെ അതിനേക്കാളും അപ്പുറം, അതിനൊക്കെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനായിട്ട് വരും. അടിപൊളി പടം. ഒരു മലയാള സിനിമയിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ബെസ്റ്റ് സിനിമ എന്ന് തന്നെ പറയാം. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. ഒരു ഉണ്ണിമുന്തനൊക്കെ അങ്ങയുടെ ഏറ്റവും ടോപ്പായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ള പടമാണ് ഇത്. സത്യത്തിൽ ഈ സംവിധായകനിക്ക് വലിയ പ്രതീക്ഷയില്ലാതെയാണ് വന്നത്. അമ്മോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ 1000 കോടി അടിക്കേണ്ട സിനിമ. ചുമ്മാ തള്ളിക്കയറുന്ന പടങ്ങളല്ലേ ഇത്. അടിപൊളി എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ. സ്റ്റെയർകേസ് വെച്ചുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ അമ്മോ, എന്തോന്ന് സിംഗിൾ ഷോട്ട് ഫൈറ്റാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പടം അങ്ങോട്ട് കൊളുത്തി കയറും, പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. എൻ്റെ അമ്മോ, അടിപൊളി. കിട്ടില്ല. ഇന്ത്യൻ സിനിമയുടെ ജോൺ വിക്ക് തന്നെ ആയിരിക്കും. ജോൺ വിക്ക് പോലെ. ജോൺ വിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്ലഡ് ബാത്ത് സീനൊന്നുമില്ല. എല്ലാം കത്തി, ഇത് തോക്കല്ലേ, ഇതാണെങ്കിൽ ഫുള്ള് കത്തി തോക്കി. എൻ്റെ ദൈവമേ, എല്ലാം ഇത് മനക്കടിയുള്ളവർ മാത്രം കാണണം ഈ സിനിമ. വേറെ ഇത് ഫാമിലി ആയിട്ടൊക്കെ പോയാൽ അവർ ചിലപ്പോൾ വേറെ ഛർദ്ദിക്കും, അങ്ങനത്തെ ഒരു സിനിമ. ഡിസ്റ്റർബിങ്സ് എന്ന് പറഞ്ഞാൽ അതിന് അങ്ങേയറ്റം. അപ്പം നിങ്ങൾ കാണുന്നവരെത്തി പ്രിക്കോഷൻസ് എടുത്തിട്ട് കാണുന്നത്. കിളി തിരിച്ചു വന്നില്ലല്ലേ, പോയ കിളി തിരിച്ചു വന്നു. അതുകൊണ്ട് ഇപ്പോഴും അത് ഷോക്കിംഗ് ആയിട്ട് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്നുകൊണ്ട് ഇത് ഇത്രയും ഒരു അടിപൊളി പടം കാണുമ്പോൾ അത്രയ്ക്ക് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയിരിക്കുകയാണ്. ആക്ഷൻ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ വയലൻസ് കണ്ടിട്ടില്ല, അത്രയ്ക്ക് വയലൻസ് ആണ്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫീൽ ആയിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ചോരപ്പുഴയാണ്, ഫുൾ ചോരപ്പുഴയാണ്. എനിക്ക് തോന്നുന്നില്ല നോർമൽ ഫാമിലി ഓഡിയൻസ് കണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ ഭയങ്കര രസമാണ്. ഇങ്ങനെ വേണം വയലൻസ് കാണിക്കാൻ. ഒരുപാട് പേര് പറയുന്നുണ്ട് കില്ലിന്റെ അപ്പനായിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. കില്ലിനെക്കാട്ടും മീൻസ് റോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട്. രക്ഷയില്ല. പക്ഷേ വിചാരിച്ച പോലെ പ്രോപ്പറായിട്ടൊരു എൻഡിങ് ഇല്ല, ആ കുഴപ്പം മാത്രം. പടം കണ്ടതിന്റെ കിളി തിരിച്ചു വന്നില്ല എന്ന് തോന്നുന്നു. ഉണ്ണിമുന്തന്റെ ഒരു കിടിലൻ കംബാക്ക് ഉണ്ടായിരുന്നു. ലാസ്റ്റ് കംബാക്ക് എനിക്ക് നല്ല ഇഷ്ടം. തിയേറ്ററിൽ തീ വാറും, തീ വാറും. സെക്കൻഡ് ഹാഫില് ആ ലാസ്റ്റ് ഫൈറ്റ് സീനിലൊക്കെ ഉള്ള സൂപ്പർ സാധനം. എല്ലാവരും കാണണം, തിയേറ്ററിൽ ഒന്ന് കാണണം, തിയേറ്ററിൽ കാണാനുള്ള സാധനം. ഇവര് പറഞ്ഞ പോലെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ വയലൻസ് ഉള്ള പടം തന്നെയാണ് ഇത്. കൺഫേംഡ് ആണ്, കൺഫേം. ഞാൻ ഇതുവരെ മലയാള സിനിമയിൽ ഇതുപോലൊരു വയലൻസ് ഇതുവരെ കണ്ടിട്ടില്ല. അടിപൊളി സാധനം. എല്ലാവരും കില്ലിനപ്പുറമാണെന്നൊക്കെ പറയുന്നുണ്ട്. കില്ല് സിനിമയെക്കാട്ടി വലിയ അതിനപ്പുറമാണെന്ന് ചോദിച്ചാൽ അത് രണ്ട് രീതിയിലുള്ളതാണല്ലോ. ഇതിന് വെച്ചാൽ ഫാമിലി ആയിട്ട് അവരെ കൊല്ലുന്നത് അങ്ങനെ സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അത് കണ്ടിരിക്കാൻ ഒരു ചെറിയ അറപ്പ് തോന്നും, എങ്കിലും അടിപൊളി സിനിമ.